ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിനൊരു സാഹചര്യം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ഡോക്ടറെ അടുത്ത് പോകുന്നൊരു ദിവസമായതുകൊണ്ട് അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആക്കിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാനൊരു മോയ്സ്ചറൈസ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഡോക്ടർ ശക്തിൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, ഇപ്പോൾ വിൻ്റർ സീസണല്ലേ, അപ്പോൾ നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്യുന്നത് കുളി കഴിഞ്ഞ പാടന്നെ ഒരു ഈർപ്പം നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ മോയ്സ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ സൺസ്ക്രീനാണ്. അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, അപ്പോൾ പുറത്ത് പോകുന്ന സമയം, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് എന്ന് പറയണത് ഒരു ലിപ്പ് ബാമാണ്. അപ്പോൾ ആ ലിപ്പ് ബാം എന്താ പറയുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ലിപ്പ് ബാമിൻ്റെ. അപ്പോൾ ഒരു ലിപ്പ് ബാമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, പുറത്ത് പോകുമ്പോൾ പിന്നെ ബ്ലഷ് അങ്ങനെയുള്ള ഐ ഷാഡോ ഒന്നും ചെയ്യണില്ല. പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്തേക്കല്ലേ പോണത്, അപ്പോൾ അതുകൊണ്ട് ബ്ലഷും ഐ ഷാഡോ ഒന്നും ചെയ്യണില്ല. അതിന് ശേഷം ഞാനൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണുള്ളൂ. ഐബ്രോസ് വരക്കണമെന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഐബ്രോസിൻ്റെ തന്നെ ഒരു ബ്രഷ് ഉണ്ട്, ആ ബ്രഷ് വെച്ചിട്ടൊന്ന് അതുപോലെ ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഐബ്രോസൊക്കെ നല്ലൊരു ഷേപ്പ് കിട്ടും, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനൊരു എൻവൈബയുടെ എൻവൈബയുടെ എന്താ സംഭവം, ഐലൈനർ ഞാൻ താഴെ എഴുതി കൊടുക്കുന്നില്ല, പകരം മേലെ നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ താഴെ എഴുതുന്നത് വലിയ ഒരു താല്പര്യമില്ല. ഞാൻ കൺമഷിയാണ് താഴെ എഴുതാറ്, ഐലൈനർ അങ്ങനെ എഴുതാറില്ല. താഴെ ഞാൻ കൺമഷി ഇതുപോലെ സ്മഡ്ജ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്യാറ്. കാരണം എനിക്കൊരു കണ്ണ് എഴുതിയെന്നും തോന്നും വേണ്ട എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിൽ ഞാനൊരു എന്താ പറയുക, കാജലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാറാണ് ചെയ്യാറ്. പിന്നെ അതിന് ശേഷം മസ്കാരയാണ്. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്കാര ഞാനിതുപോലെ ഇങ്ങനെ കൺപീലിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.